ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. മനോഹരമായിട്ടുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള ഇയറിങ്സ് എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്കിതിന് വേണ്ടത് ബ്ലാക്ക് കളർ കോട്ടൺ ത്രെഡ് വേണം, ബ്ലാക്ക് ബീഡ്സ് വേണം, റൗണ്ട് ഷേപ്പിലും ലീഫിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളതായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഇയർ ഹുക്ക് വേണം, ജംപ് റിങ് വേണം. പിന്നെ ഇത് യോജിപ്പിക്കാനായിട്ട് ഒരു പ്ലെക്കർ വേണം, നീഡിൽ 0.6 mm നീഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സിസർ വേണം, ഗ്ലൂവും കൂടെ വേണം. ക്രോഷ്യോ ചെയ്യുന്നതിനകത്ത് ബീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റൈലാണ് കാണിക്കുന്നത്. നമ്മൾ ആദ്യം ത്രെഡിനകത്തേക്ക് ബീഡ്സ് കയറ്റണം. അപ്പോൾ നമ്മൾ ത്രെഡിനകത്തേക്ക് ബീഡ്സ് കയറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ എൻഡിൽ ഒന്ന് ഗ്ലൂ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ഷാർപ്പായിട്ട് കിട്ടും. ഓക്കെ, 15 ബീഡ്സ് ആണ് വേണ്ടത് ഇയറിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ത്രെഡിനകത്തേക്ക് 15 ബീഡ്സ്, ഒരെണ്ണത്തിനാണ് 15, ടോട്ടൽ നമുക്ക് 30 എണ്ണം വേണം. ഇപ്പം ഞാൻ ത്രെഡിനകത്ത് 15 ബീഡ്സ് കയറ്റിയിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് മാജിക് സർക്കിൾ ചെയ്തിട്ടാണ്. മാജിക് സർക്കിൾ എങ്ങനെയാണ് ചെയ്യുക വെച്ചാൽ ഇതുപോലെ 2 ഫിംഗർ ഇങ്ങനെ പിടിച്ച് നമ്മൾ ത്രെഡിൻ്റെ എൻഡ് ഫ്രണ്ട് ഏരിയയിലേക്കാക്കി ക്രോസ് ചെയ്ത് തിരിച്ചെടുത്തിട്ട് രണ്ടാമത് ചെയ്ത റിങ്സ് ആദ്യത്തെ റിങ്സിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെയാണ് മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിത്ര എൻഡിൽ ത്രെഡ് വച്ചിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു 3 ചെയിൻ ക്രിയേറ്റ് ചെയ്യുക, എക്സ്ട്രാ ഒരു ചെയിന് കൂടെ. ടോട്ടൽ നമ്മൾ 4 ചെയിൻ ഇട്ടതിന് ശേഷം ഈ സർക്കിളിനകത്ത് തന്നെ ഡബിൾ ക്രോഷറ്റ്. ഓക്കെ, മാജിക് സർക്കിൾ ഇത്തിരി വലുതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമുക്ക് സൈസ് ചെറുതാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷറ്റ്, ദെൻ ഒരു ചെയിൻ, വീണ്ടും അതിനകത്ത് ഒരു ഡബിൾ ക്രോഷറ്റ്, ഒരു ചെയിൻ, ഇതുപോലെ അറൗണ്ട് ചെയ്തിട്ട് ആദ്യം ഇട്ട 3 ചെയിനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 15 എണ്ണം വരും. 15 ഡബിൾ ക്രോഷറ്റും 15 ചെയിനും വരും. അറൗണ്ട് ചെയ്തിട്ട് 15 എണ്ണം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഏറ്റവും അവസാനത്തെ ഡബിൾ ക്രോഷറ്റ് ഇട്ട് ഒരു ചെയിന് കൂടെ ഇട്ടതിൻ്റെ ശേഷം ഏറ്റവും ആദ്യം ഇട്ടിട്ടുള്ള 4 ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് യോജിപ്പിക്കുക. ഈ ആദ്യം ഇട്ടിട്ടുള്ള 3 ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷറ്റിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിട്ട് വരും. നമ്മൾ ചെയ്യേണ്ടത് 3 ചെയിന് പിന്നെ ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ട് വീണ്ടും 14 ഡബിൾ ക്രോഷറ്റാണ് ഇടുക. ടോട്ടൽ നമുക്ക് 15 എണ്ണം വേണം. ഓക്കെ, ഇത് യോജിപ്പിക്കുന്നതിൻ്റെ മുൻപായിട്ട് നമ്മൾ മാജിക് സർക്കിൾ മാക്സിമം ടൈറ്റ് ചെയ്ത് ചെറുതാക്കും വേണം. സെൻറ്ററിൽ ഗ്യാപ്പ് അധികം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ യോജിപ്പിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ കിട്ടും നമുക്ക്. എല്ലാ ഡബിൾ ക്രോഷറ്റിൻ്റെ ഗ്യാപ്പിലും ഓരോരോ ചെയിന് കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ഇട്ട ആ ഗ്യാപ്പ് 4 ചെയിൻ ഇട്ടുണ്ടായിരുന്നു. 3 ചെയിൻ കഴിഞ്ഞിട്ട് 4ാമത്തെ ചെയിൻ ആ ഗ്യാപ്പിനകത്ത്, ആ ചെയിനിനകത്ത് നമുക്ക് ഡബിൾ ക്രോഷറ്റിൻ്റെ ക്ലോസറാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ പുറത്തെടുത്ത് ആദ്യത്തെ 2 റിങ്സിനകത്തൂടെ മാത്രം പുറത്തേക്ക് എടുക്കുക. ഓക്കെ, വീണ്ടും ഈ സെയിം ചെയിനിനകത്ത് ഡബിൾ ക്രോഷറ്റ് മുഴുവനായിട്ട് നമ്മൾ ചെയ്യില്ല, ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിട്ടാണ് ചെയ്തു പോകുന്നത് ക്ലോസർ ആയതിൻ്റെ പേരിൽ. വീണ്ടും നമ്മൾ 2 ഇതിനകത്തൂടെ എടുക്കുക. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ സ്റ്റിച്ചിൻ്റെ മുകളിലാവുമ്പോൾ നീഡിലിൻ്റെ മുകളിൽ നമുക്ക് 3 റിങ്സ് ആണ് വരിക. ഓക്കെ, ഇനി നമ്മൾ അത് യോജിപ്പിക്കുന്നതിൻ്റെ മുന്നേ 15 ബീഡ് ഇട്ടതിൽ ഒരു ബീഡ് എടുത്ത് ഇതുപോലെ
അകത്തേക്ക് ആക്കിയതിൻ്റെ ശേഷം ഈ 3 റിങ്സിനകത്തൂടെ ഒന്നിച്ചിട്ട് ത്രെഡ് പുറത്തെടുക്കുക. ഇതുപോലെ വീണ്ടും നമ്മൾ 3 ചെയിന് അടുത്ത് താഴെ ഡബിൾ ക്രോച്ചറ്റ് കഴിഞ്ഞിട്ടുള്ള ചെയിന് വരുന്ന ഗ്യാപ്പിൽ വീണ്ടും 3 ഡബിൾ ക്രോച്ചറ്റിന്റെ ക്ലോസർ ചെയ്യാം. ഇതിനകത്തൂടെ ഫസ്റ്റ് ഡബിൾ ക്രോച്ചറ്റ് 2 റിങ്സിനകത്തൂടെ നീഡിൽ പുറത്തെടുക്കുക. വീണ്ടും അടുത്ത ഡബിൾ ക്രോച്ചറ്റ് 2 റിങ്സിനകത്തൂടെ വീണ്ടും പുറത്തെടുക്കുക. മൂന്നാമത്തത് 3 ഡബിൾ ക്രോച്ചറ്റിന്റെ ക്ലോസറാണ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് നീഡിലിന്റെ മുകളിൽ വരുന്ന റിങ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് 4 ആയിരിക്കും. പക്ഷെ ഫസ്റ്റത്തെ സ്റ്റിച്ചിൽ മാത്രമാണ് അത് 3 എണ്ണം വരിക, നമ്മൾ ചെയിൻ ഇട്ടിട്ട് തുടങ്ങിയത് കാരണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 4 എണ്ണം കറക്റ്റ് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ ബീഡ് അകത്തേക്ക് ആക്കിയതിൻ്റെ ശേഷം ഇതുപോലെ 4 റിങ്സിനകത്തൂടെ ത്രെഡ് പുറത്തെടുക്കുക. വീണ്ടും ഇതുപോലെ നമ്മൾ 3 ചെയിൻ ഇടുക. ഈ ഒരു സെയിം പാറ്റേൺ അറൗണ്ട് ചെയ്ത് ചെയ്യാം. 15 ബീഡ്സും ഇതുപോലെ റൗണ്ട് ചെയ്ത് വരിക. ഇത് നമുക്ക് ബ്ലാക്ക് കളർ ബീഡ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് കളർ ത്രെഡാണോ ഏത് കളർ ബീഡാണോ നമ്മുടെ ഓപ്ഷനാണ്. ഇതുപോലെ ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ ഏത് ഡ്രസ്സിലേക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് മുഴുവൻ ബീഡും 15 ബീഡും നമ്മൾ മുഴുവനായിട്ട് റൗണ്ട് ചെയ്ത് വരും. ഓക്കെ, റൗണ്ട് ചെയ്തതിൻ്റെ ശേഷം ലാസ്റ്റത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ആദ്യം ഇട്ടിട്ടുള്ള 3 ചെയിനിന്റെ മുകളിൽ യോജിപ്പിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇത് ചെയ്ത് നോക്കുകയൂടെ വേണം. ക്രോഷ്യോ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ നമുക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തന്നെയാണ് ക്രോഷ്യോയും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളർ കോമ്പിനേഷനിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് ഇടാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു പ്രൗഡായിട്ടുള്ള കാര്യമില്ലേ. നമ്മൾ വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിരിക്കില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ യോജിപ്പിച്ചു, റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഇയർ ഹാങ്ങർ ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു 3 ചെയിൻ, ഇത് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഹാങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ആ 3 ചെയിനും എക്സ്ട്രാ ഒന്നുകൂടെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ലാസ്റ്റ് എൻഡിൽ വരുന്ന ത്രെഡ് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് 1-2 സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. അഴിഞ്ഞു പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ള മാജിക് സർക്കിളിൻ്റെ ത്രെഡ് അതിൻ്റെ ബാലൻസ് വരുന്നത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കണം. ഇയറിങ്സിന് 2 എണ്ണം ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ജംറിങ് എടുത്ത് നമ്മളിവിടെ 3 എണ്ണം മുകളിലിട്ടിട്ടുള്ള ആ ഗ്യാപ്പിൽ അവിടെയാണ് ഇത് ഹാങ് ചെയ്യേണ്ടത്. അതല്ല എക്സ്ട്രാ 3 എണ്ണം ലാസ്റ്റ് യോജിപ്പിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്യാം. കുറച്ചും കൂടെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന പോലെ കിട്ടും അപ്പോഴ്. പക്ഷെ ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഈ ചെയ്തിട്ടുള്ള 3 ചെയിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അകത്തൂടെ ഇതുപോലെ ജംറിങ് ഇട്ടിട്ട് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സ്റ്റണ്ണിങ് ലുക്കായിട്ടുള്ള ഇയറിങ്സ് റെഡിയാണ്. നമ്മുടെ അടുത്ത് ഇത് ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ല നമ്മുടെ അടുത്ത് പെറ്റൽസ് പോലെയോ അല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും
ഓവൽ ഷേപ്പിലൊക്കെയുള്ള ഏതെങ്കിലും ബീഡ്സ് അവൈലബിൾ ആണെങ്കിൽ ഇതുപോലെ എൻഡിലും ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ലുക്കായിരിക്കും. ഇത് ഓപ്ഷണലാണ്, അവൈലബിൾ അല്ല, നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മുടെ ഇയറിങ്സ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. See you again. Goodbye.